നാലാമത്തെ വിഭാഗം നബി തങ്ങൾ പറയുന്നു മുആദേ, നാലാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബദാ പറയുകയാണ്, പ്രവിശാലമായ വയറുമായി കടന്നു വരികയാണ്, പക്ഷേ നരകത്തിനകത്തുള്ള തീയുമായി കടന്നു വരികയാണ്, നരകത്തിനകത്തുള്ള തീയുമായി കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും തീ കത്തുകയാണ്, വയറ് മുഴുവനും തീ കത്തുകയാണ്. തീ കത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലോ പ്രവിശാലമായ വയറിനകത്ത് തീയാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മുന്നിലോട്ട് വരികയാണ്. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ, ആരാ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ യതീമിന്റെ മുതല് തിന്നുപോയവരാണ്, യതീമിന്റെ മനസ്സ് വേദനിപ്പിച്ചവരാണ്, യതീമിനെ സങ്കടപ്പെടുത്തിയവരാണ്, യതീമിനെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് ഉമ്മ വാപ്പ മരണപ്പെട്ടു പോയോ, കുഞ്ഞുനാളിൽ വാപ്പ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, ആ ചെറുമക്കളെ മനസ്സ് വേദനിപ്പിക്കണ്ട, അവരെ കൽബിനകത്ത് സങ്കടം കൊടുക്കണ്ട. അല്ലാഹുവേ പാവപ്പെട്ട യതീമീങ്ങൾക്ക് നീ തുണ കൊടുക്കണേ അല്ലാഹ്. അഞ്ചാമത്തെ വിഭാഗമാരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുആദേ മുആദേ ജുദാമൻ വബറസാ, ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് കുഷ്ഠരോഗവുമായിട്ട് കടന്നു വരിക, ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം. ആ രൂപത്തിൽ അള്ളാന്റെ മുന്നേക്ക് വരികയാണ്, മുഴുവനും വെള്ളപ്പാണ്ടിന്റെ പാടുകൾ കുഷ്ഠരോഗമായിട്ട് കണ്ടാൽ അറുക്കുന്ന ഒരു കോലത്തിൽ വരികയാണ്, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു കോലം. അത് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ? ജുദാമൻ വബറസാ, നബി തങ്ങൾ പറയുന്നു, മുആദേ അവര് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട കടമ നിർവഹിക്കാത്തവരാണ്. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മറന്നുപോയവരാണല്ലോ. പ്രിയപ്പെട്ട ഉമ്മാനെ വെറുപ്പിച്ചവരാണ്, വാപ്പാനെ മനസ്സ് വേദനിപ്പിച്ച ഉമ്മാനെ കൽബ് സങ്കടപ്പെടുത്തിയവരാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരുന്നത് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അൽഖമാ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമാ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. കൂടെയുള്ള ആളുകൾ സ്വഹാബിമാരെ മുഴുവനും വന്നിട്ട് അൽഖമാ തങ്ങളോട് പറയുന്നു, അൽഖമാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമാ. അൽഖമാ തങ്ങളെ കൊണ്ട് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അൽഖമാ തങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അല്ലാഹുവിന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഓടുകയാണ്, സഹാബിമാരോടുകയാണ്. നബി തങ്ങളോട് പറയുന്നു, നബിയേ അൽഖമാ തങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, സക്കറാത്തിന്റെ ഹാലിലാണല്ലോ, മരിക്കാൻ കിടക്കുകയാണ് നബിയേ. അൽഖമാ തങ്ങൾ കലിമ ചൊല്ലിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നിട്ട് അൽഖമാ തങ്ങളോട് പറയുന്നു, അൽഖമാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമാ.
അൽക്കമാ തങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അവസാനം മനസ്സിലായി, നബി തങ്ങൾക്ക് മനസ്സിലായി, അൽക്കമാ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അൽക്കമാ തങ്ങളോട് വെറുപ്പുണ്ടല്ലോ, അൽക്കമാ തങ്ങളോട് ദേഷ്യമുണ്ടല്ലോ, പരാതിയുണ്ടല്ലോ. നബി തങ്ങൾ ഉമ്മയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് മോനോട് വെറുപ്പുണ്ടോ? ഉണ്ട് നബിയേ, എന്റെ പ്രിയപ്പെട്ട മോനോട് വെറുപ്പുണ്ട് നബിയേ. ആ നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ സഹാബികളെ വിളിക്കുകയാണ്, സഹാബാ, വിറക് വെട്ടുകൾ കൊണ്ടുവരടേ, എന്നിട്ട് അൽക്കമാനെ കത്തിക്കണേ, അൽക്കമാ റളിയല്ലാഹു തആല അൻഹുവിനെ കത്തിച്ച് കളയണേ നബിയേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ പാവപ്പെട്ട ഉമ്മ കേൾക്കുകയോ, ഉമ്മ നേരെ കണ്ണുനീരോടെ നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ പൊന്നുമോനോട് ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, പൊന്നുമോനോട് ഞാൻ പൊരുത്തം കൊടുത്തു നബിയേ, എനിക്കവരോട് പരാതിയില്ല നബിയേ, അവനെ കത്തിക്കല്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് മാതാവ് പറഞ്ഞപ്പോഴാണ്, പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോഴാണ്, സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോനി കലിമ പറയാൻ കഴിയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ്, അസ്ഹാബി നക്ഷത്രങ്ങളെ പോലെയാണല്ലോ എന്റെ സഹാബിമാരെന്ന് പറയപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കണ്ടുപോയ സഹാബിയുണ്ടല്ലോ, മാതാവിൽ നിന്ന് സ്വൽപ്പം വെറുപ്പ് സമ്പാദിച്ചപ്പോ മരിക്കാൻ നേരത്തെ കലിമ ചൊല്ലാൻ പ്രയാസപ്പെട്ടെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നെങ്കിലോ, പിതാവിന്റെ കൽബ് വേദനിപ്പിച്ചെങ്കിലോ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടോ. പാതിരാവിന്റെ നേരത്ത് പൊന്നുമ്മ ഉറക്കമൊഴിച്ചത് ഓർമ്മയില്ലേ? പാതിരാവിന്റെ നേരത്ത് നീ കിടന്നുറങ്ങുമ്പോ പൊന്നുമ്മ എത്രയോ എത്രയോ രാത്രികൾ ഉറങ്ങിയിട്ടില്ല. എന്റെ പൊന്നുമോന് രോഗമാണല്ലോ, പൊന്നുമോൾക്ക് അസുഖമാണല്ലോ എന്ന് കരുതിയിട്ട് നിനക്ക് വേണ്ടി കൂട്ടിരുന്നോ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ മോനെ. പാതിരാവിന്റെ നേരത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഭാര്യ നിന്നോട് പറയുമിക്കോ സാധനങ്ങൾ വാങ്ങിയില്ലല്ലോ, പൊന്നുമോനോടി വന്നിട്ട് പറയുമത്രേ, ഉപ്പാ നിങ്ങള് മിഠായി വാങ്ങാൻ മറന്നുപോയല്ലേ. ആ നേരത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പ്രായം ചെന്നൊരു സഹോദരി, പ്രായം ചെന്ന ഉമ്മ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ നീ വല്ലതും കഴിച്ചിട്ടുണ്ട് മോനെ, ജോലി ചെയ്ത് ക്ഷീണിച്ചു വരികയാണല്ലോ എന്ന് പറഞ്ഞ് കൈപിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ടു ചോറ് വിളമ്പി തന്ന പൊന്നുമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. അല്ലാഹുവേ, നിങ്ങളുടെ പൊന്നുമ്മമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലോ. ഈ സദസ്സിൽ ഉമ്മമാര് മരിച്ചുപോയവരില്ലേ, ഓർക്കണേ, നിങ്ങളുടെ കൽവിനകത്തേക്ക് ഉമ്മാന്റെ വിളി എത്തുന്നില്ലേ, ഓരേ എന്ന് വിളിച്ച പൊന്നുമ്മാന്റെ ശബ്ദം ഓർക്കുന്നില്ലേ, പൊന്നുമ്മാന്റെ ശബ്ദം നീ ഓർക്കുന്നില്ലേ? പതിരാവോളം പകലന്തിയോളം ജോലി ചെയ്ത് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി അങ്ങത്തെ നടന്ന പ്രായം ചെന്ന പൊന്നുപ്പ ആ മരണപ്പെട്ടു പോയവർ ഈ സദസ്സിലില്ലേ, മരിച്ചുപോയ ഉപ്പമാർ ഈ സദസ്സിലില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ ശബ്ദം മനസ്സിലേക്ക് വരുന്നില്ലേ? നിവേദിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്ന വഴിയെ എന്നോട് പറഞ്ഞു, ഉസ്താദ് 25 കൊല്ലം മുന്നേ എന്റെ വാപ്പ മരണപ്പെട്ടു പോയല്ലോ. 20 വയസ്സുള്ള നേരത്താ മരണപ്പെടുക, 20 വയസ്സുള്ള നേരത്ത് എന്റെ വാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവേ, ആ ഉപ്പാന്റെ ഖബറിനെ നീ ആനന്ദമാക്കണേ അല്ലാ, സ്വർഗ്ഗമാക്കണേ പടച്ചവരെ. ഓർമ്മയിലേക്ക് മാതാവിന്റെ പിതാവിന്റെ മുഖങ്ങൾ കടന്നു വരുന്നില്ലേ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ
പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയം പൂന്തട്ട് സ്നേഹ കടലാണ് ഉമ്മ സഹനക്കാവാണ് ഉമ്മാന്റെ കാലടിപ്പാതിലാണ് സുവർഗം ഓർത്തോളി ഉദിമതിയാമുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഒന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുന്നു കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിൻ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിൻ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കടലാണ് ഉമ്മ സഹനക്കാവാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി ആ കരളിന്റെ കരളാ പ്രിയപ്പെട്ട മാതാവിനെ കുറ്റം പറയണ്ട ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു നബിയേ എന്റെ വാപ്പയെയും ഉമ്മയെയും പറ്റി എന്ത് പറയുന്നു നബിയേ എന്റെ വാപ്പായെയും ഉമ്മായെയും പറ്റി എന്താണ് പറയുന്നത് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു മോനേ ഹുമാ ജന്നതുക വനാറുക നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാ നിന്റെ വാപ്പ നിന്റെ സ്വർഗമാണ് നിന്റെ ഉമ്മ നിന്റെ നരകമാണ് നിന്റെ വാപ്പ നിന്റെ നരകമാണ് നബിയുനാ റസൂലുള്ളാഹ് ആ നേരത്ത് ചോദിച്ചു നബിയേ എന്റെ വാപ്പയും ഉമ്മയും എങ്ങനെയാണ് എന്റെ നരകമാകുന്നത് നബിയേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു മോനെ നിന്റെ വാപ്പാനെ നീ എങ്ങാനും വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നരകമാണ് ഉമ്മാനെ വെറുപ്പിച്ചാൽ നിനക്ക് നരകമാണ് എന്റെ പ്രിയമുള്ളവരെ നബി തങ്ങള് പറഞ്ഞു കൊടുത്തെങ്കിലും ആ പൊന്നുമ്മാനെ വാപ്പാനെ വെറുപ്പിക്കേണ്ട അവരെ പരമാവധി സന്തോഷിപ്പിച്ചു അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടുപോയ വാപ്പമാർ റബ്ബേ അവരുടെ കൽബകങ്ങൾക്ക് അവരുടെ കബറിടങ്ങൾക്ക് അല്ലാഹുവേ നീ ആനന്ദം കൊടുക്കണേ അല്ലാഹ് ഈ മഹല്ലിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് നാള് ഈ മഹല്ല് സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് എന്നോട് പറഞ്ഞുവല്ലോ അല്ലാഹുവേ അഷ്റഫിയുടെ ഉപ്പായുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ് എന്റെ സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മായും ഉപ്പാക്കും അവർ ജീവിച്ചിരിക്കെ കൊടുക്കേണ്ട ബാധ്യത കൊടുക്കാൻ മറക്കണ്ട പള്ളിക്കാട്ടിലേക്ക് അവർ പോകുമ്പോഴോ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാതാവ് മറയുമ്പോഴാണ് ഉമ്മാന്റെ വെളിച്ചം മനസ്സിലാകുന്നത് മാതാവിന്റെ വെളിച്ചം മനസ്സിലാകുന്നത് ശകാരിക്കുന്ന നേരത്തെ മാതാനത്വനി പറയുന്നു ഓർക്കണം മോനെ വയറ്റിലേക്ക് നിനക്ക് അന്നം തരാൻ വേണ്ടിയിട്ട് പകലന്തിയോളം വിയർപ്പ് കുടിച്ചുകൊണ്ട് മാപ്പ കഷ്ടപ്പെട്ട ആ പൊന്നുപ്പാന്റെ വേദന മറക്കണ്ട പോലെ പ്രിയപ്പെട്ട മാതാവിനെയും
പിതാവിനെയും മറക്കണ്ട. അല്ലാഹുവേ അവരെ പരമാവധി സന്തോഷിപ്പിക്കാറ് തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മള് വളരെ താല്പര്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നമ്മുടെ വൈഫിന്റെ കൂടെ ടൂർ പോകാറുണ്ടല്ലേ? ഉണ്ടല്ലേ? പരിസരത്തുള്ള ആളുകളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ വൈഫിനോടൊത്തുകൊണ്ട് നമ്മൾ ടൂർ പോകാറുണ്ട്. വീഗാലാൻഡ് അല്ലെ, മൈസൂര്, ബാംഗ്ലൂര്, പല സ്ഥലത്തും പോകാറുണ്ട്. നമ്മുടെ കൂട്ടുകാരോടൊത്തുകൊണ്ട് നമ്മൾ പോകാറുണ്ട് അല്ലേ? മക്കളോടൊത്തുകൊണ്ട് പോകാറുണ്ട്. നമ്മുടെ ബന്ധു പല ആളുകളുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മൾ 2 മാസം കൂടുമ്പോൾ ട്രിപ്പ് അടിക്കുന്ന ആളുകൾ. കുഴപ്പമൊന്നുമില്ല, നല്ല ഇസ്ലാമികമായ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നതിനും പ്രോബ്ലം ഒന്നുമില്ല, നല്ല രീതിയിൽ. നമ്മൾ ആരെങ്കിലും സ്വന്തം ഉമ്മാനെ കൊണ്ട് ഒരു ട്രിപ്പ് ആരെങ്കിലും പോയത് ഓർമ്മയുണ്ടോ? ഒന്നാലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ട വൈഫിനോടൊത്തുകൊണ്ട്, കൂട്ടുകാരോടൊത്തുകൊണ്ട്, മക്കളോടൊത്തുകൊണ്ട് പോകുമ്പോൾ ഭൂമി ലോകത്ത് നിനക്ക് ലഭിച്ച ഏറ്റവും പ്യുവർ ലവ് 100%, 91.6 എന്ന് കേട്ടിട്ടില്ലേ? 916 ക്യാരറ്റ്, 22 ക്യാരറ്റ് എന്ന് കേട്ടില്ലേ? ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ലവ്, സ്നേഹം നിനക്ക് ലഭിച്ചത് നിന്റെ ഉമ്മാടെ കയ്യിൽ. ആ ഉമ്മാനെ ഒരു വട്ടമെങ്കിലും ഒരു നല്ലൊരു എന്റർടൈനിങ് ട്രിപ്പിന് നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും എന്ത് വയസ്സായ ഉമ്മാക്ക് എന്ത് ടൂറ്, വയസ്സായ ഉപ്പാക്ക് എന്ത് ടൂറ്. പൊന്നുമോനെ, പ്രായം ചെന്ന പൊന്നുപ്പാനെ പൊന്നുമ്മാനെ കൈപിടിച്ചിട്ടു വാപ്പാ ഉമ്മാ നമ്മളൊരു ടൂർ പോകുകയല്ലേ, നല്ലൊരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോകുകയല്ലേ ഉമ്മ. തുള്ളിച്ചാടി നിന്റെ കൂടെ അവർ കടന്നു വരികയാണ്. എന്നിട്ട് നല്ലൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരുപാട് കഥ പറയുമ്പോ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൂടെ നീ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, നല്ലൊരു സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ പൊന്നുമ്മ ഉള്ളിൽ കരന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എന്റെ പ്രിയപ്പെട്ട റബ്ബേ, എന്റെ പൊന്നുമോനെ തളർത്തല്ല പടച്ചവരെ, ദുനിയാവ് തളർത്തല്ല അല്ലാഹ്, ആഖിറത്ത് തളർത്തല്ല റബ്ബേ. വയസ്സുകാലത്തന്നെ പരിഗണിച്ച പൊന്നുമോനാണ്. ഭാര്യയോടൊത്തുകൊണ്ട് ടൂർ പോകുമ്പോ, മക്കളോടൊത്തുകൊണ്ട്, കൂട്ടുകാരോടൊത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് നീ നടക്കുന്നത് നിന്റെ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് സാധുവായ പൊന്നുമ്മ നോക്കി കാണാറുണ്ട്. റബ്ബേ എന്ന് വിലപിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടല്ലോ. ഒരു തവണ പോലും എന്റെ പൊന്നുമോൻ എന്നെ വിളിക്കുന്നില്ലല്ലോ അല്ലാ, പെരുന്നാളിന് പോലും വിളിക്കുന്നില്ലല്ലോ റബ്ബേ എന്ന് വിലപിച്ച പൊന്നുമ്മയുടെ നിമിഷങ്ങൾ ഒരുപാടുണ്ട്. കരഞ്ഞുപോയ നിമിഷങ്ങളുണ്ട് മോനെ. അതുകൊണ്ട് ഒരു തവണ നീ ഒന്ന് പയറ്റി നോക്കണം, ഒരു തവണ നീ ഒന്ന് ചെയ്തു നോക്കണം. നിന്റെ പൊന്നുമ്മ മതി, നിന്റെ ഉപ്പ മതി, വേറെ ആരും വേണ്ട. നല്ലൊരു സ്ഥലത്ത് നീ ഒന്ന് അടിച്ചു പൊളിച്ചു പോരെ. എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സ് നിറക്കാനാണ്, വാപ്പാനെയും ഉമ്മാനെയും കൽബ് നിറക്കാൻ വേണ്ടിയാണ്, ഹലാലായ മാർഗത്തിലുള്ള സന്തോഷം കൊടുക്കാനാണ്. അവരെ പരമാവധി സന്തോഷിപ്പിച്ചോ. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു പോയ പണ്ഡിതനാണല്ലോ മഹാനായ മുഹമ്മദുൽ ഗസാലി എന്നത്. ഫൈസി ഉസ്താദിനറിയാമല്ലോ. പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കിതാബ് നോക്കിയിട്ടുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ പറഞ്ഞെടുത്തു. ഉമ്മഹാത്തുൽ കിതാബ് ഒരുപാട് നോക്കിയപ്പോ പ്രായമുള്ള വാപ്പാക്കും ഉമ്മാക്കും എങ്ങനെയാണ് സന്തോഷം ലഭിക്കുക? ഹലാലായ രീതി സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല, അത് ചെയ്യൽ നിർബന്ധമാണ്. ഒരു പൊന്നുമോന് പൊരുത്തമുള്ള മോനാകണമെങ്കിൽ അത് ചെയ്യണമെന്ന് പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്. ആധുനിക കാലത്തെ പണ്ഡിതൻ മുഹമ്മദുൽ ഗസാലി എഴുതി വെക്കുകയാണ്. എന്തെന്നറിയുവോ? പ്രായം ചെന്ന വാപ്പാനെയും ഉമ്മാനെയും കൂടെ നല്ലൊരു ട്രിപ്പ് പോകുന്നത്, ഇടയ്ക്കിടെ ഔട്ടിങ് ചെയ്യുന്നത്, അത് വാപ്പാനെയും ഉമ്മാനെയും മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്നതാണ്. അതിലൂടെ അവരുടെ ഖൽബകങ്ങളിൽ രൂപപ്പെടുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ ദർബാറിന് മടക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദുൽ ഗസാലി തങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഒരു തവണയൊന്ന് പറ്റി നോക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ കാര്യമാണ്.
എന്തേ മൗലാര അത് പറയണമെന്ന് വിചാരിക്കണം. നിങ്ങളൊന്ന് പറ്റി നോക്കും. ഉപ്പളയിൽ ഉപ്പള കുന്നിൽ മക്കാമുണ്ട്. അവിടെ ഒരു ഉറൂസ് പരിപാടി ഉണ്ട്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞതാ ഫെബ്രുവരിയോ മാർച്ചോ ഓർക്കണില്ല, ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു. അവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞു. അങ്ങനെ 1-2 സ്ഥലത്ത് ഞാൻ ഈ ഒരു സംഭവം, ഈ വിഷയം കടന്നു വരുമ്പോ ഷെയർ ചെയ്യാറുണ്ട്. 1 ഡസനോളം ആളുകൾ എന്നെ ഫോൺ ചെയ്തു. 1 ഡസനോളം എന്ന് വെച്ചാൽ 12ഓളം ആളുകൾ എന്നെ, 10-11 ആളുകൾ എന്നെ വിളിച്ചു. ഉപ്പളയുള്ള ഒരാളും എന്നെ വിളിച്ചു. അതാണ് കാസർഗോഡ് ഞാൻ അത് ഓർത്തത്, അവരെ പറഞ്ഞു ഉസ്താദേ അതുപോലെ ഞങ്ങൾ ചെയ്തു നോക്കി. ഒരു മോൻ വിളിക്കുക എന്നോട്. ഒരുപാട് പേര് തന്നെ പറഞ്ഞു. ഞാനും എന്റെ ഉമ്മയും. അവൻ പറഞ്ഞു ഞങ്ങൾ ഊട്ടിക്കാണ് പോയതെന്ന് പറഞ്ഞു. എന്റെ ഉമ്മാനൊന്നും ഞങ്ങൾ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. പെരുന്നാളിനൊക്കെ ഒരു സാധാ മാക്സി എടുത്ത് ഉമ്മ മാക്സി കൊടുക്കും, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാല്ലാതെ വേറെ ഒന്നിനും ഉമ്മാനെ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ അടിച്ചു പൊളിക്കാറാണ്. ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പൊന്നുമ്മാനെ, ഞാനും എന്റെ ചേട്ടനും അനിയനും, ഞങ്ങൾ 3 മക്കളും എന്റെ പെങ്ങളും എന്റെ ഉമ്മയും ഞങ്ങൾ മാത്രം ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു ഈ ഒരു മനോഹരമായ ട്രിപ്പ് ഞങ്ങൾ പോയി. ഉസ്താദേ ഞങ്ങൾ ഉമ്മാന്റെ പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെ ഉമ്മാന്റെ കവിളത്ത് കണ്ണുനീരായിരുന്നു. ഉമ്മ കരയുകയായിരുന്നു. ഉമ്മാന്റെ മനസ്സിനകത്ത് ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. ഉസ്താദേ അങ്ങോട്ടൊന്ന് സഞ്ചരിച്ചു നോക്കൂ, അപ്പൊ നിന്റെ മനസ്സിനകത്ത് സമാധാനം വരും. പല ചെറുപ്പക്കാരും ഒരു സമാധാനമില്ല ഉസ്താദ്, കഞ്ചാവ് അടിക്കുന്നത് അതുകൊണ്ടാണ്, അപ്പൊ പിന്നെ കുറച്ച് റിലാക്സേഷൻ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ ആനന്ദവും സമാധാനം ലഭിക്കണമെങ്കിൽ ഇത്തരം നിബിധങ്ങൾ പറഞ്ഞു തന്ന, അലിമിങ്ങൾ പറഞ്ഞു തന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, അപ്പൊ നിന്റെ ജീവിതം മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് പ്രതിജ്ഞ എടുക്കുക ചെറുപ്പക്കാരൊക്കെ, ഒരു വട്ടമെങ്കിലും ഒന്ന് നല്ല പോലെ വാപ്പാനെ ഉമ്മാനെ, വേറെ ആരും വേണ്ട, എല്ലാവരും കൂടെ ഫാമിലി അടിക്കാനല്ല പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ റിസൾട്ട് മനസ്സിലാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് വിട പറയുമ്പോഴാണ് അവരെ വില മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു 20 വയസ്സിൽ എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ വാക്കിൽ തന്നെ അദ്ദേഹം പറയുന്നതിന്റെ ഗദ്ഗതം വാക്ക് കണ്ടമിടറുന്നത് ഞാൻ മനസ്സിലാക്കി. ആ വാപ്പാന്റെ പൂമുഖം കൽബിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം. പ്രിയമുള്ളവരെ, ഉപ്പയും ഉമ്മയും മരിച്ചു പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളൊരു ദീർഘമായ യാത്ര പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ദീർഘമായിട്ടൊരു ലോങ് ട്രിപ്പ് പോവാണ്, നമ്മൾ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ചുംബിക്കാറുണ്ട്. ഒരു പൊതുവേദിയിൽ എന്താ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ അതുപോലെ ആലിമീങ്ങളുടെ മാതൃകയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പുതിയ കിതാബുകളൊക്കെ വാഫികളായതുകൊണ്ട് ഉദവികൾ ഫൈസി ഉസ്താദിനൊക്കെ അറിയാം. പുതിയ കിതാബുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകളാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെ മനോഹരമായ ചില സംസ്കാരമാണ് എന്തോ നമ്മുടെ നാട്ടിൽ അതൊക്കെ അന്യമായി. നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഒരു മുത്തം കൊടുത്ത്, അതല്ലെങ്കിൽ അവരുടെ കൈപിടിച്ചൊരു മുത്തം കൊടുത്ത്, ഉപ്പാന്റെ കൈപിടിച്ച് ജീവിതത്തിൽ ഒരു തവണ മുത്തിയിട്ടുണ്ടോ? നമ്മുടെ എന്ത് സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഒന്ന് വിദൂരത്തേക്ക് വീട്ടിൽ നിന്ന് പോവാണ്, വാപ്പിച്ചയുണ്ട് ഉമ്മിച്ചായുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോവാണ്, അല്ലെ പഠിക്കാൻ പോവാണ്. മംഗലാപുരത്തൊക്കെ പഠിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ. ബാംഗ്ലൂർ പഠിക്കുന്നത്, ഗൾഫിൽ പോകുന്ന കാസർഗോഡ് ജില്ലയാണ്. ഒരുപാട് ആളുകൾ വിദേശത്താണ്, പല നാട് ബിസിനസ് ആവശ്യാർത്ഥം പല പരിപാടികൾക്കും വേണ്ടി പുറത്തു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ, സ്വന്തം ഉമ്മയും ഉപ്പയും വീട്ടിലുള്ളപ്പോ അവരൊന്ന് മുത്തം കൊടുത്ത് കൈപിടിച്ച് ചുംബിച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പോയാൽ ഇൻഷാ അല്ലാഹ് ആ പ്രിയപ്പെട്ട മാതാവ് ആ സമയത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ എന്റെ പൊന്നുമോൻക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാഹ്. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ ദർബാർ കിടുകിടാ വിറക്കുകയാണ്. പടച്ചവന്റെ അർശ് വിറക്കുമല്ലോ. ആ പൊന്നുമ്മ ഖൽബ് തട്ടി ദുആ ചെയ്തത് അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല മോനെ. അതുകൊണ്ട് ഇത്തരമുള്ള സ്നേഹത്തിന്റെ വഴിയോരത്തിലൂടെ സഞ്ചരിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ 2 കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക, അപ്പോ മാറ്റങ്ങളൊക്കെ വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എന്ത് ചെയ്യാ, എല്ലാവരും പരമാവധി നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉപ്പായെ
ഉമ്മാനെ പറ്റി ട്രഡീഷണൽ ആയിട്ട് എമോഷണലായി പലപ്പോഴും സംസാരിക്കപ്പെടുമ്പോ നമ്മുടെ വാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു കഴിഞ്ഞാൽ വിധങ്ങൾ പറയുന്നു ഭൂമി ലോകത്തവന്റെ വാല്യൂ അത് ഉയരാൻ കാരണമാണ് എന്ന് മുഹമ്മദ് റസൂൽ. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നത് സ്വർഗ്ഗം ലഭിക്കാൻ, വാപ്പാക്ക് ഖിദ്മത്ത് എടുക്കുന്നത് ദുനിയാവിൽ അവന്റെ വാല്യൂ വർദ്ധിക്കാൻ കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്തോ, വാപ്പ മരിച്ചുപോയവരെ കൽബ് പൊട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വാപ്പാനെയും ഉമ്മാനെയും ലഭിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ പറയുകയാണ് റഗിമ ഔഫു റഗിമ ഔഫു റഗിമ ഔഫു, നശിച്ചു പോകട്ടെ. പ്രായമുള്ള വാപ്പയും ഉമ്മയും ഒരാൾക്ക് ലഭിച്ചിരിക്കെ ഒരാൾക്കെങ്ങാനും സ്വർഗം കിട്ടിയില്ലെങ്കിൽ അവന് നാശമാകട്ടെ. നബിയേ മുഹമ്മദ് മുസ്തഫ വിധങ്ങൾ പറഞ്ഞു നശിച്ചു പോട്ടെ എന്നാ പറഞ്ഞത്. വാപ്പക്കും ഉമ്മയും പ്രായമുള്ളപ്പോ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഉപ്പയും ഉമ്മയും നമുക്ക് ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് നമുക്ക് സ്വർഗം കിട്ടിയില്ല. നബി തങ്ങൾ ആ പദത്തിന്റെ പ്രയോഗം ഹദീസിന് അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ ഒരുപാടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലേക്കോ ഊർന്നിറങ്ങിയിട്ട് ഞാൻ പോകുന്നില്ല. പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞിട്ട് പോവാണ്. കൂടുതൽ ഹദീസിലേക്കൊന്നും പോകാത്തത് കൊണ്ട് സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 12 മണിക്ക് നിർത്തിയും വേണം. ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപിടി പറയാനുണ്ട്. പ്രായമുള്ള മാതാവും പിതാവും ഒരാൾക്ക് കിട്ടിയിരിക്കെ അവന് സ്വർഗം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ വാപ്പയും അവന്റെ സ്വർഗമാണ്. വാപ്പയും അവന്റെ സ്വർഗം തന്നെയാണ്. ഒരു മനുഷ്യന്റെ സ്വർഗം എന്നത് അവന്റെ വാപ്പയും ഉമ്മയും തന്നെയാണല്ലോ. അവർക്ക് ഖിദ്മത്ത് എടുത്തിട്ട് സ്വർഗം ലഭിച്ചില്ലെങ്കിലോ അവന് നാശമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പരമാവധി അവർക്ക് ഖിദ്മത്ത് എടുത്ത് സ്നേഹിച്ചുകൊണ്ട് സ്വർഗം നേടിക്ക മോനെ. എനിക്ക് നിസ്കാരത്തിന്റെ തയമ്പുണ്ടല്ലോ, ഞാൻ ഒരുപാട് ദീനിന് വേണ്ടി കൊടുക്കുന്നവനാണല്ലോ. പക്ഷെ എന്റെ വാപ്പാനെ ഞാൻ പിടിച്ചുകൊണ്ട് ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വെച്ചെങ്കിലോ മോനെ നിന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അതുപോലെ നിന്റെ നോമ്പ് വേണ്ട, നിന്റെ സ്വതക്കങ്ങൾ വേണ്ട, നിന്റെ സൽക്കർമ്മങ്ങൾ വേണ്ട. ഒരു ചാണുമുകളിലേക്ക് നിന്റെ അമലുകൾ അല്ലാഹു കൊണ്ടുപോകില്ലല്ലോ. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. മുആദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുആദേ ആറാമത്തെ വിഭാഗമാരെന്നറിയോ? പടച്ചവന്റെ കോടതിയിലേക്ക് വരുന്നോ ആറാമത്തെ വിഭാഗമാരെന്നറിയുവോ? കാളക്കൂറ്റന്റെ 2 കൊമ്പുകൾ പോലെയുള്ള 2 കൊമ്പുകൾ ഉണ്ടല്ലോ, അതുപോലെ നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടിയതാണ്. ചുണ്ടുകൾ കറുത്തുപോയിട്ടുണ്ട്. ഭീകരപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണല്ലോ, വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന കാഴ്ചയാണ്. 2 കൊമ്പുകളായിട്ട് പടച്ചോന്റെ മുന്നിലോട്ട് വരികയാണ്. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ, ആരാ റസൂലേ? 2 കൊമ്പുകളുള്ള കാളക്കൂറ്റനെ പോലെ കടന്നു വരിക ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബദാ പറഞ്ഞു കൊടുക്കുകയാണ്, യശ്റബൂനൽ ഖംറാ, മദ്യപിച്ചു പോയവരാ, കള്ളുകുടിച്ചവരാണ്. മദ്യശാപ്പിന്റെ പിന്നാലെ നടന്നു ചെന്നിട്ട് മദ്യചഷകങ്ങൾക്ക് ക്യൂ നിന്ന് കൊടുത്തെങ്കിലും അല്ലാഹുവിന്റെ കോടതി മറക്കണ്ട പോലെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ ഖംറു, മദ്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. മദ്യമുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, പ്രതിഷ്ഠയുണ്ടല്ലോ, പ്രശ്നം വെക്കലുണ്ടല്ലോ. ഈ പണിയെല്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പണിയാണല്ലോ, പിശാചിന്റെ മ്ലേച്ഛമായ പണിയാണല്ലോ. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ.
വിജയിക്കണമെങ്കിൽ അതെല്ലാം ഒഴിവാക്കണയുന്നു. വിജയത്തിന്റെ സോപാനത്തിലോട്ട് കടന്നു വരണമെങ്കിലോ വിജയത്തിന്റെ സൗഗന്ധികങ്ങളിലോട്ട് കടന്നു വരാറ് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഭൂതിദായകമായ നിമിഷത്തിലോട്ട് കടന്നു വരാ അല്ലാഹുവിന്റെ പരലോകത്ത് വിജയത്തിന്റെ മധുനുകരോ പടച്ചവന്റെ കോടതിയിൽ സന്തോഷത്തോടെ യാത്രയാകാറ് വിചാരണ നാളിൽ സൗഭാഗ്യത്തിന്റെ ശീല അനുഭവിക്കാറ് പടച്ചവന്റെ കോടതിയിൽ ദർബാറിന്റെ ലോകത്ത് രാജകുമാരനെ പോലെ പരിഹസിക്കാറ് വിജയിക്കണമെങ്കിൽ ഉപേക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, ഈ സദസ്സിൽ വന്ന് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിലോ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ മനസ്സ് വേദനിപ്പിക്കുന്നില്ല. പാതിരാവിന്റെ നേരത്ത് പടച്ചോനോടൊന്ന് പൊട്ടിക്കറിഞ്ഞ പോലെ അല്ലാഹുവേ എന്നോട് പൊറുക്കണേ അല്ലാ, പടച്ചവനെ പൊറുത്തു തരണേ അല്ലാ. കൂട്ടുകാരോടൊത്തു കൊണ്ട് പറ്റിപ്പോയതാണ്, അതുപോലെ പ്രായത്തിന്റെ ചാബല്യത്തിൽ വന്നുപോയതാണ്. അല്ലാഹുവേ തൗബ തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ലോകത്തുള്ള സമുദായങ്ങളോട് പറയുകയാണ്, ലോകത്തുള്ള സകലമാന മുഅ്മിന മുഅ്മിനാത്തുകളോട് പറയുകയാണ്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നസൂഹായ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങളോ കടന്നു വരണേ, കടന്നു വരണേ, തൗബ ചെയ്യണേ. അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആത്. പടച്ചവന്റെ ഖുർആൻ പറയുകയാ അല്ലാഹു തആല റെഡിയാ, പടച്ചവൻ റെഡിയാ. എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു റെഡിയായിട്ടിരിക്കുന്നു, എല്ലാ പാപങ്ങളും പുറത്തു തരാൻ പടച്ചവൻ റെഡിയായിട്ടിരിക്കുന്നു. അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആത് വയദ്ഖിലുകും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹാ الأنهار خالدين فيها أبدا. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, മദ്യപിച്ചു പോയവരുണ്ടെങ്കിലും അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബേ എന്നോട് പൊറുക്കണേ അല്ലാ. കുറ്റപ്പെടുത്തുന്നില്ല, സ്വാഭാവികമാണ്. പറ്റിപ്പോയവർ അല്ലാഹുവിനോട് പറഞ്ഞു. പല വാലന്മാരും കുറ്റപ്പെടുത്തി ചെറുപ്പക്കാരൊക്കെ നന്നാക്കി വെടുക്കാക്കുന്ന പ്രവണത ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും പറയണില്ല. അല്ലാഹുവിന്റെ ദീൻ വിശാലമാണ്, വളരെ ടേസ്റ്റ്ഫുള്ളാണ്, വളരെ മധുര മനോഹരമാണ്, ഒരു പ്രോബ്ലവും ഇല്ല. അല്ലാഹ് പറഞ്ഞ ആ വാക്ക് നോക്കണം, അസാ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് റെഡിയായി ടു ബി റെഡി. എന്തിന്? നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ടോളറൻസ്, അതിനെ ക്ഷമിച്ച് നിങ്ങൾക്ക് മാപ്പാക്കി തരാൻ അല്ലാഹു റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എവിടെയാണ് നമ്മൾക്ക് പേടിക്കാനുള്ളത്? അള്ളാഹിനോട് പറഞ്ഞാൽ മതി. പണ്ടുള്ള പോലെയല്ല, ഇന്ന് തിന്മക്കും തെറ്റുകൾക്കും സാഹചര്യം കൂടിയ സമയമാണ്. പണ്ടുള്ള കാലത്ത് ഒരാൾക്ക് ഒരു തിന്മ ചെയ്യാൻ അങ്ങോട്ട് പോകണം, അല്ലെ? അങ്ങോട്ട് ചെന്നിട്ട് ചെയ്യണം. ഒരു വ്യഭിചാരം അങ്ങോട്ട്, വേറെന്തെങ്കിലും ആണ് അങ്ങോട്ട് പോകുന്നത്. ഇന്നങ്ങനെയല്ല. ചെറുപ്പക്കാരുടെ മൊബൈലൊക്കെ 4G ഹാൻഡ്സെറ്റുകളാണ്. മൈക്രോ സെക്കൻഡുകളെ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ അവന്റെ ഫോണിൽ ഇന്റർനെറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരിടത്തും ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആംസ്റ്റർഡാമിൽ നടന്ന വ്യഭിചാരത്തിന്റെ സീനുകൾ അവന് വളരെ കൂളായിട്ട് ലഭിക്കുകയാണ്. പണ്ടതില്ല. അവന് മദ്യം വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അവന്റെ മുന്നിലേക്ക് ഡെലിവറി, ഹോം ഡെലിവറിയാണ്, മുന്നിലേക്ക് വരികയാണ്. ക്യൂ നിൽക്കേണ്ട കാര്യം പോലും ഇല്ല. അവൻ എന്ത് തിന്മ വേണമെങ്കിൽ, അവന് വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ ക്ലിക്ക് ചെയ്താൽ മതി. അവൻ ആരാ വേണ്ടത്? കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു തരത്തിലുള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ലോകത്ത് നടന്നിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തിന്മകൾ പറ്റിപ്പോകൽ സ്വാഭാവികമാണ്. അത് ചെറുപ്പക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് പ്രായത്തിന്റെ ചാബല്യത്തിൽ അത് സംഭവിക്കൽ സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരങ്ങ് കുറ്റപ്പെടുത്തി പരിഹസിച്ച് നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവരാക്കിയിട്ട് അവൻ കള്ളുപിടിയാനാണ്, അവൻ പെണ്ണുപിടിയവനാണ്, അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവൻ ദീനിലേക്ക് വരുന്ന, അല്ലാഹുവിന്റെ ദീനിലേക്ക് ഓടിയെടുക്കുന്നവന്റെ മനസ്സിന്റെ എല്ലാ താല്പര്യങ്ങളും നശിപ്പിച്ച്
കടങ്ങുന്ന വർത്താനങ്ങളാണ് പലപ്പോഴും നാട്ടുകാർ പറയുന്നത്. അത് പാടില്ല പ്രിയമുള്ളവരെ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. ആള് നശിക്കാൻ പോവാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവരൊക്കെ ചേർത്ത് നിർത്തിയിട്ട് നല്ല സ്നേഹത്തോടെ ഒന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ ഏത് നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരാണ്. വളരെ നിഷ്കളങ്കരാണ് ചെറുപ്പക്കാർ. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കുറച്ചു നേരം സംസാരിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ ഹബീബിനൊക്കെ പറഞ്ഞാൽ കരയുന്ന പൊട്ടി പൊട്ടി കരയുന്ന ഒരു വലിയ ചെറുപ്പക്കാരുണ്ട്. നല്ല ഫ്രീക്ക് ലുക്കിലാകും നടക്കുന്നത്. പക്ഷേ അത്ഭുതങ്ങൾക്ക് ഖൽബിനകത്ത് അള്ളാഹുവിനെ പേടിയുള്ള ഒരുപാട് സഹോദരങ്ങൾ. ഇവിടെ ഓടി നടക്കുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ നാട്ടിലെ ചെറുപ്പക്കാരായ സഹോദരങ്ങളാണ് അല്ലെ. പലപ്പോഴും നമ്മൾ പല തിന്മയും പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാർ ദീന്റെ പേരിൽ കാണിക്കുന്ന ഈ ആവേശം അള്ളാഹു നിർത്തി കൊടുക്കട്ടെ. അങ്ങനെ മനസ്സ് നിറയെ നന്മയുള്ള സമൂഹമാണ്, യുവത്വമാണ് നമ്മൾക്ക്. അവരുടെ നെഗറ്റീവ് ഇങ്ങനെ എന്ത് പറയാ, അതിങ്ങനെ പ്രചരിപ്പിച്ച് ഈ ഉമ്മത്ത് എപ്പോഴും മോശമാണ്, ഈ ഉമ്മത്ത് അങ്ങനെയാണ്, ഈ ഉമ്മത്ത് നാശമാണ്, ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ഈ സമുദായത്തിന്റെ ഉള്ളിനകത്തുള്ള പ്രോബ്ലംസ് ഇങ്ങനെ ഫ്ലാഷ് ആക്കിയിട്ട് ഈ ഉമ്മത്ത് ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള തരത്തിലുള്ള ചിത്രീകരണം സലീം വാഫി നടത്താറില്ല, പറയാറുമില്ല. വളരെ പോസിറ്റീവ് സെൻസിൽ കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്, നിങ്ങളൊക്കെ ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്, വളരെ ക്രിറ്റിക്കൽ മൈൻഡോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. വിദ്യാഭ്യാസമുള്ളവരാണ്, ബോധമുള്ളവരാണ്. ആവശ്യകത മനസ്സിലാക്കുക. ചെറുപ്പക്കാരെ പറ്റി ഇങ്ങനെ വാദോരാതെ അവരുടെ അരാജകത്വങ്ങൾ പറയാനല്ല പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത്. അതല്ല പണ്ഡിതന്മാരുടെ ദൗത്യം. വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ചെറുപ്പക്കാര കള്ളുകുടിയ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ മനസ്സിലേക്ക് അരാജകത്വം നിറച്ചിട്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തമ സമുദായം ഒന്നിനും പറ്റാത്തതാണ് എന്ന തരത്തിലുള്ള സംസാരം അത് അന്യമതക്കാരെ കാണുന്നുണ്ട് എന്ന ബോധം മിനിമം പ്രബോധകരെങ്കിലും മനസ്സിലാക്കണം എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഓരോരുത്തരും മനസ്സിലാക്കണം. സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ വാദോരാതെ പ്രസംഗിക്കുന്നത് നമ്മുടെ മുസ്ലിം സമൂഹത്തിനകത്തുള്ള അരാജകത്വങ്ങളാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഊതി വിരിപ്പിച്ചുകൊണ്ട് ഈ സമൂഹം ഒന്നിനും കൊള്ളാത്ത പുഴുക്കുത്തുകളാണ്. എന്തിനാണ് നമ്മൾ വരുത്തി തീർക്കുന്നത്? നമ്മൾ ഉത്തമ സമുദായമാണ്, നബിതങ്ങളുടെ സമുദായമാണ്, അല്ലാഹുവിന്റെ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലാഹു ഭൂമി ലോകത്ത് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം അവന്റെ ദീനാണ്. ആ ദീനുള്ളവരാണ് നമ്മൾ. ഭൂമി ലോകത്ത് ഒന്നാം റാങ്കുകാരൻ നമ്മളാണ്. ഭൂമി ലോകത്ത് എന്തുകൊണ്ടും ഉന്നതിയിലും ഒന്നാം സ്ഥാനത്തുമാണ് നമ്മുടെ സമുദായം. നമ്മളാണ് ഭൂമിയിൽ ഒന്നാം റാങ്കുകാർ, നമ്മളാണ് ഭൂമിയിലെ ഏറ്റവും പ്രധാനികൾ എന്ന ഒരു ബോധം ഈ ഉത്തമ സമുദായത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് ആകെ പ്രോബ്ലം നാട്ടിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ട് ഒന്നിനും പറ്റാത്തവരാണെന്നുള്ള ഒരു നെഗറ്റീവ് സെൻസ്, അതല്ലെങ്കിൽ ഒരു തരം ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, ഒപ്റ്റിമിസം ഇല്ലായ്മയാണ് നമ്മളാകെ തകർന്ന് ബേക്കോട്ട് പോകുന്നത്. നമ്മൾ ബേക്കോട്ട് പോകുന്നവരല്ല. നമ്മുടെ സമുദായം ലോകത്ത് സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ലോകത്തിന് ശാസ്ത്ര സത്യം പറഞ്ഞു കൊടുത്തത് മുസ്ലിമീങ്ങളാണ്. ലോകത്തിന് കെമിസ്ട്രി പഠിപ്പിച്ചത് മുസ്ലിമാണ്, ഫിസിക്സ് പഠിപ്പിച്ചത് മുസ്ലിമാണ്. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി, പ്രിയപ്പെട്ട സാറ് മാത്തമാറ്റിക്സിന്റെ അധ്യാപകനാണ്. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ വിദ്യാഭ്യാസ യോഗ്യതയും വിവരമുള്ള ആളുകൾ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഭാവിക്കരക്ക് സ്വന്തമാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ലോകത്തിന് സയൻസും അതുപോലെ ടെക്നോളജിയും എഞ്ചിനീയറിംഗും മെഡിസിനും പഠിപ്പിച്ച ഉത്തമ സമുദായത്തിന് അനുയായികളാണ് നമ്മൾ. ഒരിക്കലും ബേക്കോട്ടല്ല. പിന്നെ പ്രോബ്ലംസും പ്രതിസന്ധികളൊക്കെ എല്ലാ സമുദായത്തിലും ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഉപദേശിച്ച് നമ്മളെ നന്നാക്കാണ് വേണ്ടത് എന്നൊരു നിലപാടാണ്. എനിക്കത് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നിഷ്കളങ്കരാണ്, നല്ലവരാണ്. തിന്മകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു കൊടുക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, സഹാബ നിങ്ങൾ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തരുത്. ചോദിച്ചു, നബി എന്തേ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തരുതെന്നോ? നബിതങ്ങൾ പറഞ്ഞു, സഹാബ ദീനുമായി ഞാൻ കടന്നു വന്നപ്പോ, വിശുദ്ധമായ ദീനിന്റെ വെളിച്ചവുമായി കടന്നു വന്നപ്പോ നാട്ടുകാരും ഇവനും എന്നെ പരിഹസിച്ചല്ലോ. നാട്ടിലുള്ള പ്രായമുള്ള എല്ലാവരും എനിക്കെതിരായിരുന്നുവല്ലോ. പക്ഷേ നാട്ടിലുള്ള ചെറുപ്പക്കാരെന്റെ കൂടെ നിന്നല്ലോ. എന്റെ കൂടെ നിന്നത് ഭൂരിഭാഗവും മെജോറിറ്റി ചെറുപ്പക്കാരാണല്ലോ. അതുകൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തിയത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് അവരെ ഭാഗത്ത് നിന്ന് ഇച്ചിരി പ്രോബ്ലം വന്നാൽ നിങ്ങൾ ആക്ഷേപിക്കരുത്, വഷളാക്കരുത് എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അതാണ് ദീന്. ഒരു മനുഷ്യൻ നബി തങ്ങളെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ ബിസിനാ, നബിയേ വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം തരുമോ നബിയേ? ആലോചിച്ച് നോക്കി, നബി തങ്ങളെ
മുന്നിൽ വന്നിട്ട് പറയാണ് നബിയേ വ്യഭിചരിക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? നമ്മളോടാണെങ്കിൽ ചോദിച്ചോന്റെ മുഖത്ത് നമ്മൾ കൈയെടുക്കൂല. അള്ളാന്റെ റസൂല് ആ നേരത്തവനെ ആക്ഷേപിച്ചില്ലല്ലോ, വഷളാക്കിയില്ലല്ലോ. എങ്ങനെയാണ് മതം പഠിപ്പിക്കേണ്ടത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, മാതൃക കാണിച്ചു തരികയാണ്. സ്വഹാബിമാർ ഒരുപാടുണ്ടല്ലോ. അള്ളാന്റെ റസൂലിന് വേണമെങ്കിൽ സ്വഹാബിമാരെ മുഴുവനും വിളിച്ചിട്ട് സ്വഹാബാ ഇയാൾ വന്ന് ചോദിക്കണം നിങ്ങൾ കണ്ടില്ലേ, എന്നോട് വന്നിട്ട് ചോദിക്കുക. അതോ അള്ളാന്റെ റസൂലായി എന്നോട് അയാൾ വന്നിട്ട് ചോദിക്കാണ് ഇതല്ലീ ബിസിനാ, വിചരിക്കേണ്ട നബി തങ്ങൾ അങ്ങനെ ചെയ്തില്ല. ഈ മനുഷ്യനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു മോനെ നിന്നോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ. ആയിക്കോട്ടെ നബി, എന്താ ചോദിക്കാനുള്ളത്? നബി തങ്ങൾ ചോദിച്ചു മോനെ നിനക്ക് ഉമ്മയുണ്ടോ? ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയേ, ഉമ്മയുണ്ട് നബിയേ. ചോദിച്ചു നിന്റെ ഉമ്മാനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? എന്റെ ഉമ്മാൻ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമാകുമോ? ഇല്ല നബിയേ, എനിക്കിഷ്ടമല്ല, എനിക്കത് പൊരുത്തമല്ല നബിയേ. പിന്നീട് ചോദിച്ചു മോനെ നിനക്ക് വൈഫുണ്ടോ, ഭാര്യയുണ്ടോ? ചോദിക്കാം. ഉണ്ട് നബിയേ, എനിക്ക് ഭാര്യയുണ്ട്. ചോദിച്ചു നിന്റെ ഭാര്യ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് പൊരുത്തമാണോ? ഇല്ല നബിയേ, എനിക്കത് പൊരുത്തമല്ല നബിയേ, എനിക്കത് ഇഷ്ടമല്ല നബിയേ. പിന്നെയും ചോദിച്ചു മോളുണ്ടോ? ഉണ്ട് നബിയേ, എനിക്ക് മോളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു നിന്റെ മോളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് പൊരുത്തമാണോ? ഇല്ല നബിയേ, ഇല്ല. പെങ്ങളുണ്ടോ? ഉണ്ട് പെങ്ങളുണ്ട്, അവളും വ്യഭിചരിക്കപ്പെടുന്നത് പൊരുത്തമല്ല. ഈ കാര്യം ചോദിച്ചതിന്റെ ശേഷം നബി തങ്ങൾ പറഞ്ഞു എന്നാൽ നീ എന്നോട് വന്ന് ചോദിച്ചത് നബിയേ വ്യഭിചരിക്കാൻ സമ്മതം തരൂ എന്നല്ലേ? ആയിക്കോട്ടെ, ഞാൻ വ്യഭിചരിക്കാൻ നിനക്ക് സമ്മതം തന്നു എന്നിരിക്കെ നീ ചെന്ന് വ്യഭിചരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അത് ഏതോ ഒരുത്തന്റെ ഉമ്മയാണല്ലോ, ഏതോ ഒരുവന്റെ വൈഫാകാമല്ലോ, ഏതോ ഒരു ഉപ്പയുടെ മോളാകാമല്ലോ. അതുപോലെ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കുടുംബക്കാർ നിന്റെ ബന്ധുമിത്രാദികളുള്ള സ്ത്രീകൾ വ്യഭിചരിക്കപ്പെടുന്നത് നിനക്കിഷ്ടമില്ലാത്ത പോലെ അവർക്കും അത് പൊരുത്തമാകുമോ? തോളോട് തോള് ചേർത്ത് നിർത്തിയിട്ട് പച്ച വ്യഭിചാരം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ സ്നേഹത്തോടെ കൊടുത്ത മറുപടിയാണിത്. ആ മനുഷ്യൻ കരയുകയാണ്, കരയുകയാണെന്നില്ലാത്ത കരച്ചിൽ. എന്നിട്ട് നബി തങ്ങളോട് പറയുന്നു നബിയേ മാപ്പ് തരണം നബിയേ, അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ്, മാപ്പ് തരണം നബിയേ. എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ നബി തങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള എന്റെ പാഷനായിരുന്നു വ്യഭിചാരം, സിന എന്ന് പറയുന്നത് എന്റെ വീക്ക്നെസ് ആയിരുന്നു. ദീനിലേക്ക് വരുന്നതിന്റെ മുന്നേ എന്റെ ഒരു വീക്ക്നെസ് ആണത്, എന്റെ ഒരു പാഷനാണത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി. പക്ഷേ നബി തങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ ഇപ്പൊ പോകുമ്പോ എന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് വ്യഭിചാരമെന്ന് ആ മനുഷ്യൻ, സ്വഹാബിയായ മനുഷ്യൻ പറയുകയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെയാണ് മനുഷ്യന്മാരെ നന്നാക്കിയത്, വഷളാക്കിയിട്ടല്ല, സമൂഹ മധ്യത്തെ നാണം കെടുത്തിയിട്ടല്ല. മനസ്സിലാക്കണം, ഇങ്ങനത്തെ കേസുകളും നാട്ട കേസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. മിനിമം മുസ്ലിം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ അല്ലെ, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര്, CPM-ന്റെ മന്ത്രിമാർ, ആരുടെ മന്ത്രിമാരാകട്ടെ, ചീഞ്ഞ കേസുകളൊക്കെ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെ ആഖിറം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലെ. പല ആളുകളും പാവപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അതിന്റെ പേരിൽ എത്ര അനുഭവിച്ചു. ഇപ്പൊ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ മന്ത്രി അനുഭവിച്ചു. ഓരോ ഏത് പാർട്ടിക്കാരനാകട്ടെ അല്ലെ, അള്ളാഹു നമ്മുടെ ഭരണാധിപന്മാർക്കൊക്കെ നല്ല പോലെ ഭരിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം, പക്ഷെ അതിങ്ങനെ പറഞ്ഞ് ഫ്ലാഷാക്കി നടക്കാൻ പാടുണ്ടോ അല്ലേ? പാവപ്പെട്ട മനുഷ്യന്മാർ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടൊക്കെ ഒരു സാധു സാഹിബ് സത്യം ചെയ്യേണ്ടി വന്നു. പാവം, അള്ളാഹു അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾക്ക് അള്ളാഹു പകരം കൊടുക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാം. സമൂഹത്തിന് സേവനം ചെയ്യുന്ന ആളുകളെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നല്ല നല്ല മനുഷ്യന്മാരെ പറ്റി വെറുതെ കുറ്റം പറയരുത്. ആരാകട്ടെ, ഏത് പാർട്ടിക്കാരാകട്ടെ അല്ലെ. പിന്നീട് കുറച്ച് കോടതി കുറ്റവിമുക്തമാക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ വെറുതെ നാണം കെട, ഇതൊന്നും പാടില്ല. നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നമ്മൾ വളരെ ടു ബി പെർഫെക്റ്റ്, വളരെ പെർഫെക്റ്റ് ആയിരിക്കണം നമ്മുടെ സംസാരം, നമ്മുടെ രീതികൾ, ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിക്കര നാട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാര്യങ്ങളും സമീപനങ്ങളും പരിപാടിയുടെ ക്രമീകരണമൊക്കെ വളരെ ഇൻഷാ അല്ലാഹ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അള്ളാഹു നിങ്ങളുടെ നാടിന്റെ ഐക്യവും സ്നേഹവും ബന്ധങ്ങളൊക്കെ നിലനിർത്തി
അനുഗ്രഹിക്കട്ടെ. ഈ മഹാനുഭാവന്റെ പൊരുത്തം നിങ്ങൾക്ക് ഖബറിന്റെ ജീവിതം വരെ അതിന്റെ ശേഷവും അല്ലാഹു നിറച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോ യശ്റബൂനൽ ഖംറ, കള്ളു കുടിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ കാളക്കൂറ്റന്റെ കൊമ്പുകളെ പോലെ സുബ്ഹാനല്ലാഹ് ആ രൂപത്തിൽ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. 6 രൂപം പറഞ്ഞു. ഇനി 6 രൂപം കൂടെ നമ്മൾ എന്താ പറയാ ഇടിമിന്നലേറ്റ പോലെ ദ്രുതഗതിയാന്ന് പറഞ്ഞു തീർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ മുന്നേ ലേലത്തിലേക്ക് കിടക്കുന്നത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ലേലം ചെയ്യുന്നതിലേക്ക് കടക്കും. ഈ 6 കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു. പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം കൊടുക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാട്ടെ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ അടുത്തേക്ക് പോവല്ലേ? ആർക്കും അറിയില്ല. 6 വിഭാഗം അറിയില്ലേ? എവിടെയോ കോൺസെൻട്രേഷൻ പോയില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തേക്ക് പോകുന്നു. പറ്റുന്നവരെ അതിന്റെ ഇടക്ക് കൈവക്കിയാൽ അവർക്ക് ചാൻസ് കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഗിഫ്റ്റും കൊടുക്കും. അല്ലാഹു ഫീഖറട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മുആദേ, 6ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? പടച്ചവന്റെ മുന്നിലോട്ട് കടന്നു വരുന്ന 6ാമത്തെ രൂപം എങ്ങനെയാണെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മുആദേ, യജ്നി മിൻ അഫ്വാഹിൽ ഖൈഉ, വായ്ക്കകത്തുകൂടെ ചീഞ്ചലമാ കടന്നു വരിക. വായ്ക്കകത്തുകൂടെ ചീഞ്ചലം ഛർദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. ആരെന്നറിയുമോ മോനെ? സത്യത്തെ തകർത്തവരാണ്, ദീനിനെ തകർക്കാൻ ശ്രമിച്ചവരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടക്കുമ്പോ, പരിപാടി നടക്കുമ്പോ, റൂസ് പരിപാടി നടക്കുമ്പോ, നന്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ പടച്ചവനെ അതങ്ങ് തകർന്നു പോയെങ്കിലോ, അത് നശിച്ചു പോയെങ്കിലോ എന്ന് കരുതിയിട്ട് സത്യത്തെയും ധർമ്മത്തെയും തകർക്കാൻ കടങ്കൽ കത്തിവെക്കുന്നവനാണ്, താരവെക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലാഹുവേ കാക്കണേ അല്ലാഹ്. 8ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വായ്ക്കകത്തുകൂടെ രക്തം ഛർദിച്ചിട്ടാ കടന്നു വരിക. രക്തം ഛർദിച്ചുകൊണ്ട് പടച്ചവന്റെ മുന്നിലോട്ട് കടക്കുകയാണ്. ആരെന്നറിയുമോ? മുആദേ, കച്ചവടത്തിൽ കളവ് പറഞ്ഞവരാ. കച്ചവടത്തിൽ കളവ് പറഞ്ഞവരാണ്. കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയവരോ, കള്ളത്തരത്തിലൂടെ കച്ചവടം ചെയ്തു പോയവരാണ്. മുആദേ, 10 രൂപ ലാഭം ലഭിക്കാൻ കളവ് പറയുമ്പോ, ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്ന് ഒറിജിനൽ ആണെന്ന് പറയുമ്പോ, നാട് പടച്ചോന്റെ കോടതി മറന്നു പോകണ്ടോ? നാട് പടച്ചവന്റെ കോടതി മറന്നു പോകണ്ടോ? അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കച്ചവടക്കാർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. 9ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശവത്തേക്കാൾ ദുർഗന്ധമുള്ള ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ നാളെ പടച്ചോന്റെ മുന്നിലോട്ട് വരികയാണ്. അവരെ കാണുന്ന നേരത്തെ കുടുംബക്കാര് മാറി നിൽക്കുകയാണ്, കൂട്ടുകാര് മാറി നിൽക്കുകയാണ്, എല്ലാവരും മാറി നിൽക്കുകയാ. പടച്ചവനെ എന്തോ ഒരു നാറ്റമാണല്ലോ, എന്തോ ഒരു സ്മെല്ലാണ് പടച്ചവരെ, എന്തോ ഒരു ദുർഗന്ധമാണല്ലോ. സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധത്തോടെ പടച്ചവന്റെ മുന്നിലോട്ട് വരികയാണ്. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യന്മാരെ പേടിച്ചുകൊണ്ട് തെറ്റുകളെ ഉപേക്ഷിച്ചു പോയവരാണല്ലോ. അവന് കാണുമല്ലോ, ഞാൻ ഈ തിന്മ ചെയ്താൽ അവള് കാണുമല്ലോ, ഞാൻ ഈ തിന്മ ചെയ്താൽ അവന് കാണുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തിന്മ ചെയ്യാത്തവരാണ്. തിന്മ ഉപേക്ഷിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടിയാണല്ലോ. മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ശവത്തെക്കാൾ ചീഞ്ഞളിഞ്ഞ രൂപത്തിലോ കടന്നു വരേണ്ടി വരുമെന്ന് കളവ് പറയാത്ത നബിയേ,